ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് അവരുടെ ദോശ കഴിക്കുകയാണ് കാർട്ടൂണൊക്കെ വെച്ചിട്ട്. അപ്പോൾ വീട്ടിൽ ചക്ക ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും സ്വീറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. ഇന്നാളെ ദിവസം ഞാൻ മറ്റേ ആ കുമ്പിളപ്പം ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയത്. പിന്നെ അതെന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ചക്ക വെച്ചിട്ട് പായസം ഉണ്ടാക്കാമെന്ന്. ഇത് മിക്സിയിലടിച്ചിട്ടുള്ള ചക്ക പായസം ഒന്നുമല്ല, ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് നമ്മൾ വേവിക്കണം കേട്ടോ. ഒരു അടപ്രഥമൻ ഒക്കെ കഴിക്കില്ലേ, അതേപോലത്തെ ടേസ്റ്റ് കിട്ടുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചക്ക, നല്ല പഴുത്ത ചക്ക ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചക്കയുണ്ടല്ലോ, ഈ ചക്ക കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ശർക്കര ഒരു 2-3 ശർക്കര പാവാക്കാൻ വേണ്ടി വെക്കുക. അത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ചേർത്തിട്ട് വേണം ഈ ചക്ക വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതേ ചക്ക വേവിക്കാനായിട്ട് സ്മെല്ല് കേട്ടോടുകൂടി ഇതേ വേദൂട്ടി വന്നു. വേദൂട്ടി എപ്പോഴും ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കണ സ്മെല്ല് കേട്ട അപ്പം വന്ന് നോക്കും എന്താ അമ്മ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇതേ നോക്കാൻ വന്നിരിക്കുക കേട്ടോ. അങ്ങനെ ഈ ശർക്കരപ്പാവിൽ ഈ ചക്ക നന്നായി കിടന്നിട്ട് വേവണം. നന്നായിട്ട് ഉടയാനൊന്നും പാടില്ല. ഈ കഷ്ണം അതേപോലെ കിടക്കും വേണം, എന്നാലത് വെന്തിട്ടുണ്ടാവണം, അല്ലാണ്ട് ഉടയാൻ പാടില്ല. അപ്പോൾ മറ്റേ സാധാരണ ചക്കപ്പായസം പോലെയാവും. അങ്ങനെ നമ്മൾ അതിലേക്ക് 2-ാം പാൽ ചേർക്കണം. 2-ാം പാലും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ചാള വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കറി വയ്ക്കാനുള്ള ഇഞ്ചി, പച്ചമുളക്, തക്കാളി അതൊക്കെ ഞാൻ എടുത്തിട്ട് അരിഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പണി കഴിഞ്ഞു കിട്ടുമല്ലോ. അപ്പോഴേക്കും എന്തേ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിതേ ലാസ്റ്റ് 1-ാം പാൽ, പിന്നെ ഏലക്കായ പൊടിച്ചത് അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അങ്ങനെ അതൊന്ന് വറ്റി വന്നപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തിടുകയാണ്. നാളികേരം കൊത്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ കാര്യമായിട്ട് അതിലേക്കൊന്നും കടന്നില്ല. ജസ്റ്റ് നട്ട്സും മുന്തിരി മാത്രമാണ് കേട്ടോ വറുത്തിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു പ്രോബ്ലം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം പോലെയായി. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലൊഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുറുക്കിയപ്പോൾ ശരിക്കും നല്ല പക്ക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പായസത്തിൻ്റെ നല്ല ആ ഒരു കൺസിസ്റ്റൻസി നല്ല സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ചിങ്ങനെ ലൂസായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചു. അപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ പാകം. അതിൻ്റെ ഇടയിൽ ഋതു തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ചോക്ലേറ്റ്. അവൾ ചോക്ലേറ്റ് ഋജുച്ചനെ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് മെൽട്ടാക്കി അതിൻ്റെ ഉള്ളിൽ നട്ട്സൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ്. ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ തുടയ്ക്കാൻ പോയി. അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി പോയത് കേട്ടോ. ചാള വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വേഗം നന്നാക്കാൻ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല കൊതുകളാണ്. അപ്പോൾ വേഗം തന്നെ നന്നാക്കി അകത്തേക്ക് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പുറത്തേക്ക് പോയി. ഇപ്പോൾ ഋതുവാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അങ്ങനത്തെ മീനൊക്കെ മുറിച്ച് അകത്തേക്ക് കയറി. അങ്ങനെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കാൻ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ കുറച്ച് ചേർക്കും. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, വേപ്പില അതൊക്കെ കൂട്ടിയിട്ടൊന്ന് വഴറ്റിയിട്ട് സാധാരണ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇളക്കാറുള്ളത്. ഇന്ന് ഞാൻ നാളികേരത്തിൻ്റെ കൂടെ അതൊക്കെ കൂട്ടി അരയ്ക്കാണ് കേട്ടോ ചെയ്തത്. ആ അരപ്പാണ് ഇതിലൊഴിച്ചത്. പിന്നെ കുടപ്പുളി ഉപ്പിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം പുളിയും കൂടിയിട്ട് അതിലൊഴിച്ചു. ഞാൻ പിന്നെ എൻ്റെ പണി ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ പാത്രങ്ങളാണ് നമ്മൾ എടുത്തത് അതപ്പം തന്നെ ഞാൻ കഴുകി വയ്ക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് എല്ലാ പാത്രവും കൂട്ടിയിട്ട് കഴുകാൻ ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ പാത്രം കഴുകാൻ നിൽക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ പാത്രം കഴുകുകയും ചെയ്യും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ കറി ഉണ്ടാക്കാനാണ് നിന്നത്. ഈ കറി ഉണ്ടാക്കി കഴിയലും നമുക്ക് അടുക്കളയിൽ നിന്ന് പോവുകയും ചെയ്യാം വേഗം തന്നെ. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം പാത്രം കഴുകാൻ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഇതുള്ള പണി എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒപ്പം തന്നെ പാത്രം കഴുകി അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനത്തെ മീനിട്ടു. അങ്ങനെ മീനിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്.
അതിന് ശേഷം പിന്നെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനും പല്ലിമീനും ഉണ്ടായിരുന്നു. ചാളയിൽ നന്നായിട്ട് പല്ലിമീനുണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് പല്ലിമീനൊക്കെ. അങ്ങനത്തെ മീൻ മസാലയൊക്കെ ചേർത്ത് പരട്ടി വയ്ക്കാൻ കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചക്ക പായസം ഉണ്ടല്ലോ, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് സ്വസ്ഥമായിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീൻ തിളയ്ക്കുമ്പോഴേക്കും ഇത് കഴിക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം. ഞാൻ പറഞ്ഞ പോലെ കട്ടി കുറവായിരുന്ന കാരണം കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുണ്ടായിരുന്നു. അടപ്പായസം കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതും കഴിച്ച് നിൽക്കുമ്പോഴാണ് ഋതുദ ചോക്ലേറ്റും കൊണ്ടുവന്നത്. ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ റിജു ചേട്ടൻ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിക്കാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ ചോക്ലേറ്റ് കഴിച്ച് നിൽക്കുമ്പോഴേക്കും മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇറക്കി കാച്ചാൻ വെക്കാണ് കേട്ടോ. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇപ്പം മീനിന് അധികം കളറില്ലല്ലോ, അപ്പോൾ കളർ വരാനായിട്ട് ആ കാച്ചണയിൽ ഒരു തൈര് മുളക് പൊടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അത് അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ മീൻകറിക്ക് നല്ല കളർ വരും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത്, മിക്കവർക്കും ഇത് അറിയുന്നതായിരിക്കും. അത് നേരിട്ടിടുമ്പോൾ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സ്പൂണിലേക്ക് ഇട്ടതിന് ശേഷമാണ് ജസ്റ്റ് ഒന്ന് ചൂടാവേണ്ട കാര്യമുള്ളൂ. കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ കൊള്ളാവും മീൻ കറി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കരിയിക്കാണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇതാണ്ടോ മീൻ കറിയുടെ കളർ തന്നെ നല്ല രസമായി. മീൻ കറി കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ മീൻ കറി കാച്ചുന്ന സ്മെല്ല് കേട്ടപ്പോൾ ഋതു വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ചക്കപ്പായസം ഉണ്ടാക്കുന്ന സ്മെല്ല് കേട്ടിട്ട് വേദു വന്നു, മീൻ കറിയുടെ സ്മെല്ല് കേട്ടിട്ട് ഋതു വന്നു. അങ്ങനെ മീനും വറക്കാൻ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ കഴിക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനി വേറെ വീഡിയോയിൽ കാണാം. ബായ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.